മക്കളെ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 14-ാം ദിവസം അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അർജുനന് ജയദ്രഥനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണനോടൊപ്പം കൗരവ സൈന്യത്തിലേക്ക് കടന്നു കയറിയ അവരെക്കുറിച്ച് പുറത്തുള്ളവർക്ക് ഒരു സൂചനയും കിട്ടിയിരുന്നുമില്ല. ഇടയ്ക്കിടെ ഉയരുന്ന ശംഖനാദം ശ്രീകൃഷ്ണൻ ധരിച്ചിട്ടുള്ള പാഞ്ചജന്യത്തിൽ നിന്നും ആണെന്ന് എല്ലാവരും അറിയുന്നു. അർജുനൻ മരിച്ചിട്ടുണ്ടാകുമെന്നും അതിൽ കുപിതനായ ശ്രീകൃഷ്ണൻ ശംഖുലി മുഴക്കിക്കൊണ്ട് ആയുധധാരിയായി യുദ്ധം ചെയ്യുകയാണെന്നും ധരിച്ച യുധിഷ്ഠിരൻ അർജുനനെ കണ്ടെത്തുന്നതിനു വേണ്ടി ആദ്യം സാത്യകിയെയും പിന്നാലെ ഭീമനെയും പറഞ്ഞയക്കുന്നു. ഇവർക്ക് ഇരുവർക്കും കൗരവപക്ഷത്തു നിന്നും, പ്രത്യേകിച്ച് ദ്രോണരിൽ നിന്നും ശക്തമായ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നു. ഇരുവരും എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി മുന്നേറുകയും ധാരാളം കൗരവ പടയാളികളെയും മഹാരഥന്മാരായ രാജാക്കന്മാരെയും കൗരവ സഹോദരന്മാരെയും വധിക്കേണ്ടതായും വന്നു. ഇപ്രകാരം മുന്നേറിയ ഭീമസേനനെ ദ്രോണർ നേരിടാനെത്തിയ സന്ദർഭമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരമാരി ചുരിഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് എത്തിയ ദ്രോണരുടെ രഥത്തെ ഭീമൻ എടുത്തുയർത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ദ്രോണർ കഷ്ടിച്ച് രക്ഷപ്പെട്ട് മറ്റൊരു രഥത്തിൽ കയറി. അതിനെയും ഭീമൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. രാജാവ് ഇപ്രകാരം ദ്രോണർ അഭയം തേടിയ 8 രഥങ്ങളെ ഭീമൻ തകർത്ത് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടു നിന്ന കൗരവ സൈനികർ പ്രാണരക്ഷാർത്ഥം 4 പാടും ഓടുവാൻ തുടങ്ങി. പിന്നീട് ഭീമനെ നേരിടാനെത്തിയ കൃതവർമ്മൻ്റെ ഭോജസൈന്യത്തെ തകർത്തെറിഞ്ഞിട്ട് പിന്നാലെ എത്തിയ കാംബോജരെയും ഭീമൻ നശിപ്പിച്ചു. അപ്പോൾ ഭീമന് സാത്യകിയെ കാണാൻ കഴിഞ്ഞു. ഭീമൻ ആകാംക്ഷയുടെ രഥം അവിടേക്ക് പായിച്ചു. പിന്നീട് ഇരുവരും ചേർന്ന് അർജുനനെ അന്വേഷിക്കുവാൻ തുടങ്ങി. അയാളെ കണ്ടതും ഭീമൻ സിംഹം ഗർജിക്കുന്നത് പോലെ ഒന്നലറി. ഭീമൻ്റെ ഗർജനം തിരിച്ചറിഞ്ഞ കൃഷ്ണാർജുനന്മാരും അതുപോലെ ശബ്ദമുണ്ടാക്കി. ആ ഗർജനങ്ങൾ ദിഗന്ധങ്ങളിൽ തട്ടി മാറ്റൊലിക്കൊണ്ടു. ആ മാറ്റൊലി യുധിഷ്ഠിരൻ്റെ കാതിലും പതിച്ചു. അദ്ദേഹത്തിന് സമാധാനമായി. തൻ്റെ സഹോദരന്മാർ കൃഷ്ണൻ്റെ ഒപ്പം സുരക്ഷിതരാണ്. രാജാവെ, അർജുനൻ ജയദ്രഥനെ വധിക്കുകയും ഭീമൻ കുറേ കൗരവ സൈന്യത്തെ കൊന്നൊടുക്കുകയും അതുമൂലം ദുര്യോധനൻ ദുഃഖിക്കുകയും കൂടി ചെയ്താൽ ഒരുപക്ഷെ അയാൾ സന്ധിസംഭാഷണത്തിന് തയ്യാറാകുമെന്ന് യുധിഷ്ഠിരൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ക്രുദ്ധനായ ഭീമസേനനെ എതിർക്കാൻ 3 ലോകങ്ങളിലും ഒരു വീരന്മാരും ഉണ്ടാകില്ല. രഥങ്ങൾ എടുത്തെറിയാനും ആനകളെ ആനകൾക്കുമേൽ എറിഞ്ഞു വധിക്കാനും കഴിവുള്ള ഭീമനെ നേരിടാൻ ദേവേന്ദ്രൻ പോലും ശ്രമിക്കില്ല. സത്യത്തിൽ അർജുനനെയോ കൃഷ്ണനെയോ സാത്യകിയെയോ എനിക്ക് ഭയമില്ല. സഞ്ജയ, ഇപ്പോൾ പിന്നെ ഭീമനെ തടയാൻ അവിടെ ആരുണ്ട്? പറയൂ. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഭീമൻ ഉയർത്തിയ ഗർജനത്തിന് എതിരായി കർണനും ഗർജിച്ചുകൊണ്ട് പോരിനിറങ്ങി. അവർ പരസ്പരം അസ്ത്രങ്ങളാൽ പോരാടി. രാജാവേ, ഭീമൻ്റെ ഗർജനം കേട്ട് വിറച്ചുപോയ കൗരവ സൈന്യത്തിൻ്റെ കൈകളിൽ നിന്നും ആയുധങ്ങൾ ഊർന്നു വീണു. ഗജതുരകങ്ങൾ മലമൂത്ര വിസർജനം ചെയ്തു. ഭീമൻ്റെ ശരങ്ങളേറ്റ് കർണന് ഗുരുതരമായ മുറിവ് പറ്റി. ഭീമൻ കർണൻ്റെ തേരാളിയെയും കുതിരകളെയും വധിക്കുകയും രഥം തകർക്കുകയും ചെയ്തപ്പോൾ കർണൻ വൃഷസേനൻ്റെ രഥത്തിൽ കയറി യുദ്ധഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു. കർണൻ പരാജയപ്പെട്ട് പിന്തിരിയുന്നത് കണ്ട ഭീമസേനൻ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് കർണനെ അധിക്ഷേപിച്ചു. ആ ഗർജനവും ദിക്കുകളിൽ ചെന്നലച്ച് പ്രതിധ്വനിച്ചു. ആ ശബ്ദം കൃഷ്ണാർജുനന്മാരുടെയും യുധിഷ്ഠിരൻ്റെയും ചെവികളിൽ പതിച്ചു. യുധിഷ്ഠിരന് വളരെ സന്തോഷമായി. ഭീമസേനൻ സൈന്യവുമായി അടുത്തെത്തി എന്നറിഞ്ഞപ്പോൾ കൃഷ്ണനും അർജുനനും വലിയ ആവേശമായി. കൃഷ്ണാർജുനന്മാരും ഭീമസേനനും സാത്യകിയും ഒത്തുചേർന്നു എന്നറിഞ്ഞപ്പോൾ ദുര്യോധനന് ജയദ്രഥൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്കയായി. അയാൾ ദ്രോണരോട് ചോദിച്ചു, ആചാര്യ, നമ്മുടെ സൈന്യമാകെ നശിക്കുകയാണ്. കൃഷ്ണനും അർജുനനും അങ്ങയെ കടന്നുപോയി. ഇപ്പോൾ സാത്യകിയും ഭീമനും കൂടി പോയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങ് എന്തിനവരെ കടത്തിവിട്ടു? ജയദ്രഥൻ്റെ കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. ഇതെല്ലാം കണ്ടിട്ട് നിർഭാഗ്യവാനായ എൻ്റെ പരാജയം ഉറപ്പായി. അങ്ങ് ജയദ്രഥനെ രക്ഷിക്കുവാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തൂ. ദ്രോണർ പറഞ്ഞു, ദുര്യോധന, ക്രുദ്ധനായി നിൽക്കുന്ന അർജുനനെ ഭയന്നൊളിച്ചിരിക്കുന്ന ജയദ്രഥനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോഴത്തെ യുദ്ധത്തിൽ നമ്മുടെ വിജയം പോലും ജയദ്രഥൻ്റെ രക്ഷയെ ആശ്രയിച്ചാണുള്ളത്. അതിനാൽ നീ പോയി ജയദ്രഥൻ്റെ രക്ഷയ്ക്കായി നിൽക്കുന്ന മഹാരഥന്മാരെ സഹായിക്കൂ. കരുത്തരായ പോരാളികളെ മുഴുവൻ നിൻ്റെ ഒപ്പം അയക്കാം.
ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് സൃഞ്ജയന്മാരെയും പാഞ്ചാലരെയും ഉപരോധിക്കാം. രാജാവേ, ഇത് കേട്ട് അനുയായികൾക്കൊപ്പം ദുര്യോധനൻ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും പാർത്ഥൻ കൗരവപ്പടയുടെ ഏറ്റവും ഉള്ളിൽ കിടന്നിരുന്നു. അയാളെ സഹായിക്കാനെത്തിയ ഉത്തമൗജസ്സിനെയും യുധാമന്യുവിനെയും കൃതവർമ്മൻ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ദുര്യോധനെത്തി അവരുമായി യുദ്ധം ആരംഭിച്ചു. ഉത്തമൗജസ്സിൻ്റെ ശരങ്ങളേറ്റ് ദുര്യോധനും സാരഥിക്കും കുതിരകൾക്കും മുറിവ് പറ്റി. ദുര്യോധനൻ്റെ ശരം അയാളുടെ വില്ലും തേർക്കൊടിമരവും തകർത്തു. ദുര്യോധനൻ്റെ ശരമേറ്റ് ഉത്തമൗജസ്സിൻ്റെ സാരഥിക്കും പരിക്കുപറ്റി. ഉത്തമൗജസ് പ്രയോഗിച്ച ഒരു ശരമേറ്റ് ദുര്യോധനൻ്റെ സാരഥി പരലോകം പൂകി. ഇത് കണ്ട് ക്രോധം പൂണ്ട ദുര്യോധനൻ ഉത്തമൗജസ്സിൻ്റെ സാരഥിയെയും വധിച്ചു. ഉത്തമൗജസ് സഹോദരൻ്റെ തേരിൽ കയറി. അവിടെ നിന്നുകൊണ്ട് ദുര്യോധനൻ്റെ കുതിരകളെ അവർ വധിച്ചു. ഒപ്പം ചാപം തകർക്കുകയും ആവനാഴി ദൂരെ തെറിപ്പിക്കുകയും ചെയ്തു. ദുര്യോധനൻ രഥത്തിൽ നിന്നും ഒരു ഗദയുമായി ചാടിയിറങ്ങി. അത് കണ്ട് പാഞ്ചാല സഹോദരന്മാരും താഴെയിറങ്ങി. ക്രുദ്ധനായ ദുര്യോധനൻ അവരുടെ രഥം തകർത്തു. എന്നിട്ട് അയാൾ ശല്യരുടെ രഥത്തിൽ കയറി. പാഞ്ചാലന്മാരും വേറെ വേറെ രഥങ്ങളിൽ കയറി. ഭീമൻ അർജുനൻ്റെ അടുത്തേക്ക് രഥം ഓടിച്ചു പോയി. ഈ സമയം ഒരിക്കൽ ഭീമനോട് പരാജയപ്പെട്ട് പടക്കളം വിട്ടുപോയ കർണൻ വീണ്ടും തിരിച്ചെത്തി. ഭീമൻ്റെ പിന്നാലെ ചെന്ന് പോരിന് വിളിച്ചു. അവർ തമ്മിൽ ശക്തമായ യുദ്ധം നടന്നു. ഇരുവരും പരസ്പരം പോർവിളിയോടെ എണ്ണമില്ലാത്ത ശരങ്ങൾ അയച്ചു. ഭീമൻ്റെ ശരങ്ങളേറ്റ് കർണൻ്റെ സാരഥിയും കുതിരകളും മരിച്ചു. മറ്റൊരു ശരം കൊണ്ട് ഭീമൻ കർണൻ്റെ വില്ലുകൂടി മുറിച്ചപ്പോൾ അയാൾ സ്തംഭിച്ചു നിന്നുപോയി. പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്ന കർണൻ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധക്കളം വിട്ട് ഓടി. സ്വയം വില്ലാളി വീരൻ എന്ന് പറഞ്ഞിരുന്ന കർണൻ ഭീമസേനൻ്റെ മുന്നിൽ ഇങ്ങനെ തോറ്റോടുമെന്ന് ഒരിക്കലും ആരും കരുതിയില്ല. ധൃതരാഷ്ട്രർ അത്ഭുതത്തോടെ ചോദിച്ചു, സഞ്ജയ, ശ്രീ മഹാദേവൻ്റെ ശിഷ്യനായ പരശുരാമനാണ് കർണൻ്റെ ഗുരു. എന്നിട്ടും അയാൾ ഭീമൻ്റെ മുന്നിൽ തോറ്റുപോയെന്നോ? എൻ്റെ മക്കൾ അയാളെ മുഖ്യ സഹായിയായി കണ്ടിട്ടാണ് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. എന്നിട്ടും അയാൾ ഭീമനോട് തോറ്റ് പലായനം ചെയ്തെന്നു. ഇത് കണ്ടിട്ട് ദുര്യോധനൻ എന്തു പറഞ്ഞു? പിന്നീട് ഭീമൻ എന്തു ചെയ്തു? അപ്പോൾ കർണൻ്റെ ഭാവം എന്തായിരുന്നു? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, കർണൻ പിന്മാറിയില്ല. കുറച്ചു ദൂരം പോയിട്ട് കൂടുതൽ ശക്തി ആർജിച്ചതുപോലെ മടങ്ങി വന്ന് ഭീമനോട് യുദ്ധം ചെയ്തു. കർണൻ്റെ ക്രൗര്യഭാവം കണ്ടപ്പോൾ അയാൾ ഭീമനെ അപ്പോൾ തന്നെ വധിക്കുമെന്ന് കൗരവർ മോഹിച്ചു. അവർ തമ്മിൽ ശക്തമായ യുദ്ധം നടന്നു. സ്വന്തം ജീവിതത്തിൽ കർണനിൽ നിന്നും നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെ അപ്പോൾ ഭീമസേനൻ ഓർമ്മിച്ചു. പാഞ്ചാലിയെ ദ്യൂതസഭയിലേക്ക് വലിച്ചിഴച്ചപ്പോൾ കർണൻ പറഞ്ഞ വാക്കുകൾ ഭീമൻ്റെ ചെവികളിൽ മാറ്റൊലിക്കൊണ്ടു. ഇനി ഇവരാരും തന്നെ നിന്റെ ഭർത്താക്കന്മാരല്ല, നീ മറ്റൊരു ഭർത്താവിനെ കണ്ടെത്തൂ. ആ വാചകത്തിലെ ഓരോ വാക്കുകളും ഭീമൻ്റെ മനസ്സിൽ കഠിനമായ വേദന ഉണ്ടാക്കി. അതിൻ്റെ ഓർമ്മയിൽ മരണഭയമില്ലാതെ ഭീമൻ കർണനെ നേരിട്ടു. ഭീമൻ്റെ ശരങ്ങൾക്ക് പിന്നിൽ കർണൻ മറഞ്ഞുപോയി. അവർ തമ്മിൽ നടന്ന യുദ്ധം ഇരുപക്ഷത്തെയും മഹാരഥന്മാർ കാഴ്ചക്കാരെ പോലെ കണ്ടുനിന്നു. ഭീമസേനൻ്റെ ശരങ്ങളേറ്റ് എണ്ണമറ്റ കുതിരകളും അത്രയും തന്നെ ആനകളും കാലാൾപ്പടയും കൗരവർക്ക് നഷ്ടമായി. യുദ്ധം കൗരവർ പരാജയപ്പെടുവാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടി കിടന്നു. ഭീമൻ്റെ ശരങ്ങളേറ്റ് കർണൻ്റെ വില്ല് വീണ്ടും മുറിഞ്ഞു വീണു. കർണൻ അപ്പോൾ ഒരു ശക്തി പ്രയോഗിച്ചു. ഭീമൻ ശരങ്ങളാൽ അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ചിതറിച്ചു. കർണൻ പുതിയൊരു വില്ലുമായി യുദ്ധം തുടർന്നു. ഭീമൻ കർണൻ്റെ സാരഥിയെയും തേർക്കുതിരകളെയും വീണ്ടും വധിച്ചു. മഹാരാജാവേ, ഇത് കേട്ട് ദുര്യോധനൻ അങ്ങയുടെ പുത്രനായ ദുർജയനോട് പറഞ്ഞു, നീ വേഗം കർണൻ്റെ സഹായത്തിന് എത്തി ഭീമനെ വധിക്കുക. ഇത് കേട്ട് ദുർജയൻ ഭീമനോട് പോർവിളി നടത്തി. ഭീമൻ്റെ തേർക്കൊടിമരത്തെയും സാരഥിയെയും കുതിരകളെയും ലക്ഷ്യം വെച്ച് ശരങ്ങൾ പ്രയോഗിച്ച ദുർജയനെ ഭീമൻ നേരിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ദുർജയൻ്റെ സാരഥിയും കുതിരകളും യമലോകം പോയി. തൊട്ടു പിന്നാലെ ഭീമശരങ്ങളേറ്റ് ദുർജയനും അവരെ അനുഗമിച്ചു. ദുർജയൻ്റെ വിധിയോർത്ത് അയാളുടെ ശരീരത്തെ പ്രദക്ഷിണം വയ്ക്കാൻ ഒരുങ്ങിയ കർണൻ്റെ രഥം ഭീമൻ തകർത്തെറിഞ്ഞു. മറ്റൊരു രഥത്തിൽ കയറി കർണൻ ഭീമനോട് വീണ്ടും യുദ്ധം ചെയ്തു. കർണൻ അയച്ച ഒരു ശരം ഭീമൻ്റെ മാറിൽ തറച്ചു കയറി. മുറിവിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. അത് വകവയ്ക്കാതെ ഭീമൻ കർണൻ്റെ നേർക്ക് ഒരു ഗദ ചുഴറ്റിയെറിഞ്ഞു. അതേറ്റ് കർണൻ്റെ തേർക്കുതിരകൾ
ജീവനറ്റ് നിലം പതിച്ചു. അപ്പോൾ ഭീമൻ 2 ശരങ്ങൾ പ്രയോഗിച്ചു. അവയേറ്റ് കർണൻ്റെ തേർക്കൊടിമരം തകരുകയും സാരഥി മരണപ്പെടുകയും ചെയ്തു. ഭീമൻ തുടരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അത് നേരിടാനാകാതെ കർണൻ രഥം അതിവേഗം ഓടിച്ച് പോർക്കളം വിട്ടുപോയി. അത് കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ദൈവസന്നിധിയിൽ പൗരുഷം കാട്ടുന്നത് നിന്ദ്യമാണ്. വളരെ വീരശൂര പരാക്രമിയായിട്ടും ശ്രദ്ധയോടെ വളരെ നേരം യുദ്ധം ചെയ്തിട്ടും കർണന് ഭീമനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ വീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്, അധ്വാനശീലനാണ് എന്നൊക്കെ എൻ്റെ മക്കൾ പറയുന്നത് ഞാൻ പല ഊരു കേട്ടിട്ടുണ്ട്. എന്നിട്ടും അയാൾ ഭീമൻ്റെ മുന്നിൽ നിന്നും തോറ്റോടുന്നത് കണ്ടിട്ട് ദുര്യോധനൻ എന്തു പറഞ്ഞു? അതിന് ഉത്തരം പറയാൻ ഒരുങ്ങും മുമ്പ് സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വൃദ്ധനായ ആ അന്ധരാജാവ് അത് കാണുന്നുണ്ടായിരുന്നില്ല. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.